പരിശുദ്ധ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻ ജോസഫ് ബസേലിയസ് ബാവ, UK പാട്രിക്കൽ വികാർ, നമ്മുടെ അഭിയന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സഭയുടെ UK ഭദ്രാസനത്തിൻ്റെ 11ാമത് ഫാമിലി കോൺഫറൻസും നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കുള്ള സ്വീകരണവും ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ വളരെ മനോഹരമായി ഇവിടെ നടത്തപ്പെട്ടു. അതിൻ്റെ തിരശീല വീഴുന്നതിന് മുമ്പ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇതിനോട് സഹകരിച്ച എല്ലാവർക്കുമുള്ള നന്ദി പ്രകാശനമാണ് ഞാനിവിടെ അറിയിക്കുന്നത്. ആദ്യമായി പരിശുദ്ധ സഭയുടെ UK ഭദ്രാസനത്തിൽ നവാഭിഷിക്തനായി കടന്നു വന്ന ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഈ ഭദ്രാസനത്തിൽ നിന്നും ഞങ്ങൾ 10-16 പേര് പോയി ബാവയുടെ ഈ ആവശ്യം അഭിയന്യ തിരുമേനി മൂലം അറിയിക്കുകയുണ്ടായി. ബാവ അതിന് ആ സമയത്ത് സമ്മതിച്ചു. അതിൻ പ്രകാരം ഭദ്രാസന കൗൺസിലോടി ബാവയുടെ സ്വീകരണം ഈ ഫാമിലി കോൺഫറൻസിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുവാൻ സ്വീകരിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏറ്റവും ഉചിതമായി ഇവിടെ നടത്തപ്പെടുകയും ചെയ്തു. ശ്രേഷ്ഠ ബാവ തിരുമേനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ കൂടുതലായിട്ട് എനിക്കറിയാം. കാരണം ബാവ തിരുമേനി എൻ്റെ ഭദ്രാസന അധിപനാണ്, എൻ്റെ ഇടവകക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. അതിലെല്ലാം ഉപരി ബാവ തിരുമേനിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരിയാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞുനാളെ മുതൽ ബാവ തിരുമേനിയുടെ വീടുമായിട്ടൊക്കെ എനിക്ക് അടുത്ത ബന്ധമുണ്ട്. ഞാനറിയുന്ന ബാവ തിരുമേനി വളരെ സൗമ്യനാണ്, ശാന്തനാണ്. ബാവ തിരുമേനി വിദ്യാസമ്പന്നനാണ്, സംസ്കാര സമ്പന്നനാണ്. ബാവ തിരുമേനി അതീവ സൗന്ദര്യവാനാണ്. നിങ്ങൾ പറയും ഞങ്ങൾ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വിവക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം അതല്ല. അശരണരെയും അഗതികളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും ഉന്നമനത്തിനായി ബാവ തിരുമേനി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഞാനിവിടെ വിവക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഭക്തസംഘടനാ ഭാരവാഹികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ഈ ഭദ്രാസനവും ഇവിടുത്തെ പള്ളികളും ഇവിടുത്തെ സഭാ മക്കളും എല്ലാം ബാവ തിരുമേനിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് ബാവ തിരുമേനിയുടെ ആഗ്രഹങ്ങൾ നിറവേറുന്ന രീതിയിൽ നമുക്കും കൈകോർക്കാം. തിരുമേനി ബാവ കോപിക്കരുത്, ഭദ്രാസനം ഒരു ഇച്ചിരി ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ പള്ളികളും വ്യക്തികളും എല്ലാം ബാവയുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൈകോർക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. UK ഭദ്രാസനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്ന ഫാമിലി കോൺഫറൻസിലും ലളിതമായി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ സ്വീകരണ ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മലങ്കരയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻ ബസേലിയസ് ജോസഫ് ബാവ തിരുമേനിക്ക് UK ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലും ഈ മേഖലയിലെ മുഴുവൻ വൈദികരുടെ പേരിലും ഇടവക അംഗങ്ങളുടെ പേരിലും പള്ളി ഭാരവാഹികളുടെ പേരിലും ഭക്തസംഘടന ഭാരവാഹികളുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ പേരിലുള്ള എല്ലാ ഭക്തി ബഹുമാന ആദരവുകളും ശ്രേഷ്ഠ പിതാവിൻ്റെ തൃക്കരം ചുംബിച്ചുകൊണ്ട് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത ഏറ്റവും സ്നേഹിക്കപ്പെട്ട അഭിയന്ത്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ എന്നോട് എല്ലാ കാര്യങ്ങളിലും ആലോചിച്ച് അല്ലെങ്കിൽ അഭിപ്രായം നിർദ്ദേശിച്ച്, ചേട്ടാ ഇന്നതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ബാവ തിരുമേനി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്, ഒന്നിനും ഒരു കുറവ് വരരുത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തിരുമേനി നമ്മളോടൊപ്പം ഉണ്ട്. ഫാമിലി കോൺഫറൻസിൻ്റെ ഈ നടത്തിപ്പിൽ അഭിയന്യ തിരുമേനിയുടെ കീഴിൽ പല സബ് കമ്മിറ്റികൾ തിരുമേനി നിയോഗിച്ച് അതിനെല്ലാം മേൽനോട്ടം വഹിച്ച് ഈ അനുഗ്രഹീത കൂടിവരവ് ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്താൻ സഹായിച്ച അഭിയന്യ തിരുമേനിയോട് UK ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലുള്ള എല്ലാ ഭയഭക്തി ബഹുമാന ആദരവുകളും അഭിയന്യ പിതാവിൻ്റെ തൃക്കരം ചുംബിച്ചുകൊണ്ട് തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഭദ്രാസന സെക്രട്ടറി അഭിനച്ചൻ. അച്ഛൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനും അച്ഛനും എല്ലാം ഇതിൻ്റെ പുറകിൽ വളരെ
തീക്ഷ്ണമായ ചിന്തകളും ആലോചനകളും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. അച്ഛനോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഭദ്രാസന വൈസ് പ്രസിഡന്റ് ശ്രീ എൽദോസ് കൊങ്ങമ്പള്ളിൽ അച്ഛനായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ. അച്ഛൻ്റെ നിർലോഭമായ സഹകരണവും നിർദ്ദേശങ്ങളും എല്ലാം ഈ ഫാമിലി കോൺഫറൻസിൻ്റെ നടത്തിപ്പിൽ നമുക്ക് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരായ എല്ലാ അച്ഛന്മാരും, ഞാൻ അത്യാവശ്യം ഒന്ന് പേര് പറയും. പബ്ലിസിറ്റി, മീഡിയ, ഓൺലൈൻ രജിസ്ട്രേഷൻ എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീമാണ് അത് നടത്തിയത്. ആ കമ്മിറ്റിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റി എൽദോസ് കൗങ്ങമ്പള്ളിൽ അച്ഛനായിരുന്നു അതിൻ്റെ കൺവീനർ. ആ ടീമിനോടുള്ള നന്ദി ഒറ്റ വാക്കിൽ ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഫിനാൻസ് കമ്മിറ്റി അഭിനച്ചൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ബലഹീനായ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദി ഫൈനാൻസ് കമ്മിറ്റിയോട് അറിയിക്കുന്നു. കൾച്ചർ പ്രോഗ്രാം അഖിൽ ജോയ് അച്ഛൻ, ലിലു അച്ഛൻ, ഫിലിപ്പ് അച്ഛൻ, കൂടാതെ എൽദോസ് കോങ്ങമ്പള്ളി അച്ഛൻ, ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് അത് നടത്തിയത്. അവരോടുള്ള നന്ദി ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. റിസപ്ഷൻ കമ്മിറ്റി ഏലിയാസ് വർഗീസ് അച്ഛൻ, എഡിംബ്രോ എന്നുള്ള മധുമാമൻ, അങ്ങനെയുള്ള ഒരു ടീമാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ ചുമതല. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫുഡ് കമ്മിറ്റി എൽദോസ് വേങ്കടത്തച്ഛൻ ആണ് ആ കമ്മിറ്റിയുടെ നേതൃത്വം കൊടുത്തത്. അച്ഛനോടും ആ കമ്മിറ്റി ടീമിനോടുള്ള നന്ദി ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. വോളണ്ടിയേഴ്സ് അനീഷച്ചനാണ് അതിൻ്റെ ചാർജ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനീഷച്ചനോടും ആ ടീമിലുള്ള എല്ലാവരോടുള്ള നന്ദി ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കൂടിയ എല്ലാവരോടും ഉള്ള നന്ദി ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. ലൈവ് ടെലികാസ്റ്റ് മീഡിയ UK എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛൻ, സിറിൽ കുര്യൻ, അലൻ സിറിൽ, ഗ്ലെൻ സിറിൽ, ജിതിൻ, അബിൻജെ, ഏഞ്ചൽ, അവരാണ് ഇതിൻ്റെ ഈ ലൈവ് ടെലികാസ്റ്റും ഇതിൻ്റെ മീഡിയ പ്രൊമോഷൻസും എല്ലാം കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഈ പ്രോഗ്രാം ജനങ്ങളിലോട്ട് എത്തിച്ചതും ഇതിന് ഇത്രമാത്രം അഡ്വർടൈസ്മെൻറ്റും ബാബ തിരുമേനിയുടെ എഴുന്നള്ളി വരവിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഭദ്രാസനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മീഡിയ ടീമിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. വോളണ്ടിയേഴ്സായിട്ട് ഈ പള്ളിയിൽ നിന്നും ഒത്തിരി വ്യക്തികൾ വോളണ്ടിയേഴ്സായിട്ട് നമ്മുടെ കാർ പാർക്കിലും അതുപോലുള്ള കാര്യങ്ങളിൽ പള്ളിയിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്. ആരുടെയും പേരെടുത്ത് പറഞ്ഞ് നീട്ടുന്നില്ല. അവരോടുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. മനോഹരമായി കൾച്ചർ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ പള്ളിക്കാരോടും എല്ലാ കുട്ടികളോടും ഇടവകക്കാരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഗായസംഘം അവതരിപ്പിച്ച ഈ പള്ളിയിലെ ഗായസംഘത്തിനോട് ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഭക്തസംഘടനാ ഭാരവാഹികൾ ഈ കൂടിവരവിൽ ഏതൊക്കെ രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ ആരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. എല്ലാ ഭക്തസംഘടനാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിയോട് ഓർത്ത് അവർക്ക് നന്ദി പറയുന്നു. ഫുഡ് നൽകിയ ചായക്കടായ റെസ്റ്റോറൻറ്റ് അവർ ഇന്നലെയും ഇന്നുമൊക്കെ വളരെ മനോഹരമായിട്ട് ഇനഫ് ആൻഡ് മോർ ഫുഡ് അവർ സപ്ലൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ എല്ലാം പറഞ്ഞു. ചായക്കടായുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. LED സ്ക്രീൻ ആൻഡ് സൗണ്ട് ജാസ് ലൈവ് ഡിജിറ്റൽ അവർ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമും അവർ തന്നെയാണ് ചെയ്യുന്നത്. ശ്രീ ജിനുവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. രജിസ്ട്രേഷൻ കൗണ്ടറിൽ സഹായിച്ച ഈ പള്ളി ഇടവകക്കാർ, ഒത്തിരി വനിതാ സമാജത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഈ ഫിസിക്കൽ രജിസ്ട്രേഷൻ അറ്റൻഡൻസിന് വേണ്ടി അവിടെ ഭദ്രാസനത്തെ സഹായിച്ചത്. അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ബർമിംഗാം കൗൺസിൽ അതോറിറ്റീസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന യാക്കോബായ എല്ലാ വിശ്വാസികളും നിങ്ങളുടെ ഒരു കൂടിവരവും നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയും നിങ്ങളുടെ ഒരു സഹകരണവും അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മദ്ബഹായിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ലെസ്റ്റർ പള്ളിയിൽ നിന്നാണ് ഇവിടെ എത്തിച്ചത്. അവരോടുള്ള നന്ദി ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. സ്പോൺസേഴ്സായിട്ട് നമുക്ക് മെയിൻ സ്പോൺസർ അലൈഡ് ലൈഫ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ്, പോൾ ജോൺ ആൻഡ് കമ്പനി, ഇന്ത്യൻ ടൂട്ടേഴ്സ്, ടോംടൺ ട്രാവൽസ്, ഫോഗി നോൾസ്, ക്യാരി ബാഗ് ഫുഡ് പ്രോഡക്ട്സ്, മൈൽ ഫുഡ് പ്രോഡക്ട്സ്, ബിയോണ്ട് പ്രോപ്പർട്ടി ക്ലെയിംസ് ലിമിറ്റഡ്, റോയൽ ഡെലിഗസി, ഇത്രയും വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നുമാണ് നമുക്ക് ഈ ഇവൻറ്റിന് സ്പോൺസർഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. അവരോടുള്ള നന്ദി പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അവസാനമായി നന്ദി പറയാനുള്ളത്, ഈ ഫാമിലി കോൺഫറൻസ് വളരെ മനോഹരമായി
ഇവിടെ നടത്തപ്പെടാൻ ഭദ്രാസനത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് ഈ ഇവൻറ്റിന് വേണ്ടി ഏറ്റവും അതിയായി അധ്വാനിച്ച് ഇതുവരെ നടത്താൻ സഹായിച്ച ലെസ്റ്റർ സെൻറ്റ് ജോസഫ് ജയസോസി റെഡിച്ച് സെൻറ്റ് ജോസഫ് ജയസോസി ഇടവകയോടുള്ള നന്ദിയാണ്. എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. അവർ ഭദ്രാസനത്തിനോട് ചേർന്ന് നിന്ന് ഈ തീരുമാനം അഭിയന്യ തിരുമേനി കൗൺസിൽ അറിയിച്ച് അന്ന് മുതൽ അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള തമുക്ക് നേർച്ച ഈ ഇടവകയാണ് ഇന്നിവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും നൽകിയിട്ടുള്ളത്. അവരോടെല്ലാം എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി, ആ പള്ളിയിൽ നിന്നും ഭദ്രാസന കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിജു വർഗീസ്, ആ പള്ളിയുടെ ഇടവക വികാരി ശ്രീ എൽദോസ് KG അച്ഛൻ, എല്ലാവരോടുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. ഒപ്പം അവർക്കൊരു ഉപഹാരം നൽകുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിനായി ആ പള്ളി ഭാരവാഹികൾ സ്റ്റേജിലോട്ട് കടന്നു വരണം. ശ്രേഷ്ഠ ബാവ തിരുമേനി ഒരു ടോക്കൺ ഓഫ് ലവ് ഭദ്രാസനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് അവർ ഈ സ്റ്റേജിലോട്ട് കടന്നു വരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. ഇടവക വികാരി ശ്രീ എൽദോസ് KG, സെക്രട്ടറി, ട്രസ്റ്റി, കൗൺസിലർ, ഈ പള്ളിയിൽ നിന്നും ഭദ്രാസനത്തിലുള്ള കൗൺസിലർ എത്രയും പെട്ടെന്ന് വരണം. കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ഒരിക്കൽ കൂടി ഈ ഫാമിലി കോൺഫറൻസിൽ ധനപരമായും കായികപരമായും ആശയപരമായും ഭദ്രാസനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ.